ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നോട്ട് അവൈലബിൾ ആവാൻ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ അടിപൊളി റിസൾട്ടുകളിൽ നിങ്ങളുടെ പേര് വരണമെങ്കിൽ CM അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. 399 രൂപക്ക് മാസത്തിൽ വെറും ചെറിയ ഫീസാണെന്ന് നിങ്ങൾക്കറിയാം. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് +2 സയൻസ് ട്യൂഷൻ 4 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. എടാ, C2H6ഉം C5H12ഉം ഹോമലോഗ് സീരീസിലെ മെമ്പേഴ്സാണ്. എന്താണ് ഹോമലോഗ് സീരീസ് എന്നാണ് ക്വസ്റ്റ്യൻ. എടാ, ഹോമലോഗ് സീരീസ് എന്താണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് ഹോമലോഗ് സീരീസ്? സീരീസ് ഇൻ വിച്ച് ദി മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. മെമ്പറുകൾ ഒരു CH2 ഗ്രൂപ്പിൻ്റെ മാത്രം ഡിഫറൻസ് കാണിക്കുകയാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ഹോമലോഗ് സീരീസ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. CH3 CH2 ഇതിപ്പോൾ ഒരാളാണല്ലോ. ഇതിൻ്റെ ഹയർ ഹോമലോഗ് ആരാന്ന് വെച്ചാൽ CH3 CH2 CH3. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഒരു CH2 ഗ്രൂപ്പ് എക്സ്ട്രാ വന്നു. ഇനി അടുത്ത ഹയർ ഹോമലോഗ് ആരാ? CH3 CH2 CH2 CH3 ഉണ്ടോ? അപ്പോൾ ഒരു CH2 കൂടി എക്സ്ട്രാ വന്നു. അങ്ങനെ CH2 ഇങ്ങനെ വെച്ച് കെട്ടി ഉണ്ടാക്കുന്ന സീരീസിൻ്റെ പേരാണ് ഹോമലോഗ് സീരീസ്. എങ്ങനെ പറയാം? സീരീസ് ഇൻ വിച്ച് ദി മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. അത് മാത്രം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നതിന് പകരം ഹോമലോഗ് സീരീസിലെ എല്ലാ മെമ്പറുകൾക്കും 3 കാര്യങ്ങൾ സെയിം ആയിരിക്കും. എല്ലാവർക്കും 3 കാര്യങ്ങൾ സെയിം ആയിരിക്കും. അതെന്തൊക്കെയാണ്? ഒന്ന്, അയാളുടെ ജനറൽ ഫോർമുല സെയിം ആയിരിക്കും. ജനറൽ ഫോർമുല അവരുടെ എല്ലാവരുടെയും ജനറൽ ഫോർമുല സെയിം ആയിരിക്കും. 2, അവരുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ സെയിം ആയിരിക്കും. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എല്ലാ മെമ്പേഴ്സിനും ഒരേ രൂപത്തിലാണ് ഉണ്ടാക്കുക. എല്ലാ മെമ്പേഴ്സിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ഡിഫറൻ്റ് ആയിരിക്കും. 4ാമത്തെ പോയിന്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടി അവിടെ നിന്ന് മെൻഷൻ ചെയ്താൽ അറിവുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ കുറേ മാർക്ക് നമുക്ക് കിട്ടും. IUPAC നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ തീരൂലല്ലോ, എന്ത് വേണേലും ചോദിക്കാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, IUPAC നോമൻക്ലേച്ചർ നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ അല്ല പഠിക്കേണ്ടത്. പ്ലീസ്, നാളെ അല്ലേ സാറേ പരീക്ഷ? ടൈമുണ്ടോ? ടൈം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, IUPAC നോമൻക്ലേച്ചർ അറിയാതെ നീ പരീക്ഷയ്ക്ക് പോകണ്ട. നിർബന്ധമായിട്ട് അതിന് ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം. നമ്മുടെ വൺ ഷോട്ടിൽ IUPAC നോമൻക്ലേച്ചറിൻ്റെ ഭാഗം പറയണ ഭാഗമെങ്കിലും ഒന്ന് കാണും. 10-15 മിനിറ്റ് ഒന്ന് സമയം ചിലവാക്കിയിട്ട്. ഇപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് ഞാൻ ഇട്ടുതരാം എന്ന് കരുതി IUPAC നോമൻക്ലേച്ചർ നിങ്ങൾക്ക് ക്ലിയർ ആകും എന്നതിന് അർത്ഥമില്ല. കാരണം ഈ കോമ്പൗണ്ട് അല്ലാതെ ആയിരക്കണക്കിന് കോമ്പൗണ്ടുകളിൽ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചേക്കാം. 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുക. നേരെ പോയാൽ 5 ആയി പോകും, മുകളിലേക്ക് പോയാൽ 6ഉം കിട്ടും. സോ ഇവർ രണ്ടുപേരും ബ്രാഞ്ചാണ്. അപ്പോൾ ഇവൻ്റെ പേരെന്താടാ? 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. ഇതൊക്കെ അറിയണവർ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്തോ, വേഗം അടിച്ചു വിട്ടോ. വെറുതെ എന്തിനാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതാ ഇവിടെ CH3 ട്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു CH3 ഇവിടെയുണ്ട്, ഒരു CH3 ഇവിടെ ഉണ്ട് എന്നല്ലടാ അതിനർത്ഥം. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, 5ാമത്തെ പൊസിഷനിൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോഴും 2ലും 5ലല്ല 4ലും, ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും 2ലും 4ലുമാണ് ഓരോരുത്തരുള്ളത്. അപ്പോൾ 2 ഭാഗത്തു നിന്ന് നമ്പർ ചെയ്യുമ്പോഴും ഒരേ നമ്പർ ആണെങ്കിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ. സോ ഇവൻ്റെ പേര് മീഥൈൽ, ഇവൻ്റെ പേര് ക്ലോറോ. ക്ലോറോ അല്ലേടാ ആദ്യം വരിക. സോ ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യൽ ഫറലാണ്. പേരിട്ടാൽ എന്ത് വരും? 2ാമത്തെ പൊസിഷനിൽ ക്ലോറോയുള്ള, 4ാമത്തെ പൊസിഷനിൽ മീഥൈലുള്ള പെൻറ്റെയിൻ എന്നാണ് ഇവൻ്റെ ശരി ഉത്തരം. ഡീലല്ലേടാ? OH ഒരു പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. എന്താ സാർ പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ നല്ല തല്ല് കിട്ടും. ഞാൻ പറഞ്ഞു നിന്നോട്, അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം കണ്ടിട്ടല്ലാതെ ഇവിടെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് പഠിച്ചവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനമാണിത്. IUPAC നോമൻക്ലേച്ചറിൻ്റെ മാത്രം കാര്യമാണ് പറയണത്, ബാക്കിയൊക്കെ നീ എൻ്റെ കൂടെ വാ. OH അറ്റാച്ച് ചെയ്ത കാർബണിന് 1 കൊടുക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് എണ്ണിയാൽ ഇതാ ഈ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടും. 6 കാർബൺ സൈക്ലിക് ആയിട്ട് നിൽക്കുമ്പോൾ സൈക്ലോ എന്നാണ് നമ്മൾ പേര് വിളിക്കുക. 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ്. അതിലെ 2ാമത്തെ കാർബണിൽ ഈനുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. 1ാമത്തെ കാർബണിൽ OH ഉണ്ട്. അപ്പോൾ 1 ഓൾ അല്ലേ? 1ാമത്തെ കാർബണിൽ OH ഉണ്ട് എന്ന് എങ്ങനെ പറയാം? 1 ഓൾ. ഇവരുടെയൊക്കെ സ്ട്രക്ചർ വരക്കണം. സിമ്പിളാ. 3 ഈതൽ 2 2 ഡൈമീഥൈൽ പെൻറ്റെയിൻ. വേർഡ് റൂട്ടാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. പെൻറ്റ്. സോ പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ, അത് ആദ്യമാണ് എഴുതുക. അതിലെ 3ാമത്തെ പൊസിഷനിൽ ഈഥൈലുണ്ട്, ഈഥൈൽ. 2ാമത്തെ പൊസിഷനിൽ 2 മീഥൈലുണ്ട്, ഡൈമീഥൈൽ. അപ്പോൾ ഒരു മീഥൈൽ മറ്റൊരു മീഥൈൽ. ഇനി ഹൈഡ്രജൻ ഇഷ്ടത്തിന് ഫില്ല് ചെയ്യുക. CH3 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 C CH2 CH CH2 CH3 CH2 CH3. ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ അറിയില്ലേ? വാലൻസി 4 ആകുന്നത് വരെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. 6 മീഥൈൽ ഒക്ടൻ 3 ഓൾ. ഒക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്? 8 കാർബൺ. 1 2 3 4 5 6 7 8. അതിലെ 6ാമത്തെ കാർബണിൽ മീഥൈൽ ഉണ്ട്, ഇവൻ. 3ാമത്തെ പൊസിഷനിൽ OH ഉണ്ട്. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഹൈഡ്രജൻ ഫില്ല് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ് എഴുതേ, നിങ്ങൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം.
സജസ്റ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ സെപ്പറേഷൻ ഓഫ് മിക്സർ ഓഫ് അനിലിൻ ആൻഡ് വാട്ടർ. അനിലിനും വാട്ടറും തമ്മിലുള്ള മിക്സർ വളരെ ഫേമസ് ആണ്. അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മിക്സർ പ്രോസസ്സിൻ്റെ പേരാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. 3 ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞുതരാം. ആ 3 ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരാണ്. അനിലിനും വാട്ടറും, സ്റ്റീം ഡിസ്റ്റിലേഷൻ. പിന്നെ വേറൊരാളാണ് ഗ്ലിസറോളിൻ്റെ പ്യൂരിഫിക്കേഷൻ. അതിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് വാക്വം ഡിസ്റ്റിലേഷൻ. ഇതെപ്പോഴും ചോദിക്കുന്ന ആളാണ്, വാക്വം ഡിസ്റ്റിലേഷൻ. വേറൊരാളാണ് പെട്രോളിയം, ക്രൂഡ് ഓയിൽ, പെട്രോളിയം റിഫൈനിങ്. ആ മെത്തേഡിൻ്റെ പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പെട്രോളിയത്തെ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതെപ്പോഴും ചോദിക്കാറുണ്ട്. ഗീവ് ദി കെമിക്കൽ നെയിം ഓഫ് ദി കോമ്പൗണ്ട് റെസ്പോൺസിബിൾ ഫോർ ദി ബ്ലൂ കളർ ഇൻ ലെസൈൻസ് ടെസ്റ്റ് ഓഫ് നൈട്രജൻ. എടാ, ലെസൈൻസ് ടെസ്റ്റ് ഓഫ് നൈട്രജനിൽ ലെസൈൻസ് എക്സ്ട്രാക്റ്റിനെ FeSO4ഉം H2SO4ഉമായിട്ട് ചൂടാക്കുമ്പോൾ നമുക്ക് Fe4 FeCN 6 times 3 times എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ സാറേ ബാക്കിയുള്ളതൊക്കെ കോമ്പൗണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കാതിരിക്കാൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പറയില്ലല്ലോ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇയാളാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ കളറാണ് ബ്ലൂ കളർ. ഇയാൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടെ നൈട്രജൻ ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC കെമിക്കൽ നെയിമാണ് ചോദ്യം. ഇവൻ്റെ കെമിക്കൽ നെയിമാണ് ഫെറിക് ഫെറോസയനൈഡ്. ഫെറിക് ഫെറോസയനൈഡ്. എടാ മോനെ, സാർ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ടെൻഷൻ ആവണമെന്ന് വിചാരിക്കുന്നതിന് പകരം അങ്ങനെ ഒരാളുണ്ടോ, അതറിയില്ലായിരുന്നു, ഈ വീഡിയോ കണ്ട് നന്നായി, പഠിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിക്ക്. അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? ഫെറിക് ഫെറോസയനൈഡ്, പ്രഷ്യൻ ബ്ലൂ എന്നാണ് ഇയാളെ വിളിക്കുന്ന വേറൊരു പേര്, പ്രഷ്യൻ ബ്ലൂ. അപ്പോൾ ഈ 2 പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മോനെ. ഞാൻ വീണ്ടും പറയാണ്, എല്ലാ കോമ്പൗണ്ടും ഇങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഇയാളെ എടുത്ത് ചോദിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇവനെ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ, ഗീവ് എനി 3 types ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്, ഗീവ് എക്സാമ്പിൾ. എടാ, 3 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമർ പറയാൻ. 3 ടൈപ്പ് ആക്കണ്ട, 4 ടൈപ്പ് ഒന്ന് പറഞ്ഞുതരാം. സ്ട്രക്ചറൽ ഐസോമേഴ്സ് 4 വിധമുണ്ട്. ഒന്ന് ഏതാ? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് മെറ്റാമറിസം. ഓക്കെ, എല്ലാത്തിൻ്റെയും ഡെഫിനിഷനും എക്സാമ്പിളും എഴുതണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഡെഫിനിഷനും എക്സാമ്പിളും എഴുതണം. ഡെഫിനിഷൻ എഴുതാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എല്ലാത്തിലും ഡെഫിനിഷനിൽ ആദ്യം കൊടുക്കേണ്ട വാക്ക് എന്താ? സെയിം കെമിക്കൽ ഫോർമുല. ഓക്കെ, സെയിം കെമിക്കൽ ഫോർമുല. പിന്നെ എന്തോ ഒന്ന് ഡിഫറൻ്റ് ആയിരിക്കും. ആ ഡിഫറൻ്റ് ആരാന്നുള്ളത് ആ പേര് തന്നെ ഉണ്ടാവും. ഇവിടെ എന്താ ഡിഫറൻറ്റ്? ചെയിൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ വേറെന്തോ ഡിഫറൻ്റ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചെയിൻ സ്ട്രക്ചറൽ ഐസോമറിസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ, ചെയിൻ ഐസോമറിസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി ചെയിൻ, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഈസ് ഡിഫറൻറ്റ്. എക്സാമ്പിൾ കാണിച്ചു തരാം. 4 കാർബൺ നേരെ വരയ്ക്കുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫോർമുല C4H10 എന്നാണ് ഉണ്ടാവുക. ഇനി 4 നേരെ വരക്കാതെ 3 നേരെ വരച്ചിട്ട് ഒന്ന് ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക. അപ്പോഴും ഫോർമുല തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ 4 കാർബൺ, ഇവിടെ 3 കാർബൺ എന്ന ഡിഫറൻസ് വന്നു. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ചെയിൻ ഐസോമറിസം എന്നാണ്. പൊസിഷൻ ഐസോമറിസം. എടാ, കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കണം. ഇനി ഞാൻ പറയുന്ന 3 ആൾക്കാരുടെ ആരെങ്കിലും ഒരാളുടെ പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ആരാ 3 ആൾ നോക്കിക്കോ. ഒന്നിരിക്കൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ബ്രാഞ്ച്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട്. ഇതിലേതെങ്കിലും ഒരാളുടെ പൊസിഷൻ ഡിഫറൻ്റ് ആവുക. എക്സാമ്പിൾ കാണിച്ചു തരാം. 3 കാർബണിൽ ഇവിടെ OH, അപ്പോൾ 1 പ്രൊപ്പനോൾ എന്നല്ലടാ പേര്. 3 കാർബണിൽ ഇവിടെ OH, അപ്പോൾ 2 പ്രൊപ്പനോൾ എന്നായി പേര്. സോ ഇവൻ്റെ കെമിക്കൽ ഫോർമുല സെയിം ആണ്, പക്ഷേ പൊസിഷൻ ഓഫ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇറ്റ് ഇസ് ഡിഫറൻറ്റ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പിന് പകരം ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആയാലും ശരി, മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആയാലും ശരി, അതെല്ലാം പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്താ? പേരിലുണ്ട് കാര്യം, സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് ഡിഫറൻറ്റ്. വളരെ പ്രസിദ്ധമായ എക്സാമ്പിൾ അല്ലേടാ, ആൽക്കഹോളും ഈതറും. ഇപ്പോൾ 2 കാർബണുള്ള ഒരു ആൽക്കഹോൾ വരയ്ക്കാൻ പറഞ്ഞാൽ ദാ CCOH, 2 കാർബണുള്ള ആൽക്കഹോൾ ഇങ്ങനെ വരിക. 2 കാർബണുള്ള ഈതർ വരയ്ക്കാൻ പറഞ്ഞാലോ COC. ഈതർ എന്ന് പറഞ്ഞാൽ O എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കെമിക്കൽ ഫോർമുല ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് നോക്ക്, CH3CH2OH, C2H6O എന്ന് വരും. ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് നോക്ക്, CH3OCH3, അപ്പോഴും C2H6O എന്ന് തന്നെ വരും. കെമിക്കൽ ഫോർമുല സെയിം ആണ്, പക്ഷെ അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. മെറ്റാമറിസം കാണിക്കണമെങ്കിൽ ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം. ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 വാലൻസി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 ഭാഗത്തുള്ള ആൽക്കിൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആവണം. ഞാൻ പറഞ്ഞുതരാം. നോക്കണേ. നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതിയത് എന്തോ അതല്ല, അത് തെറ്റാണ്. ഞങ്ങളുടെ നോക്ക്, എനിക്കിവിടെ 4 കാർബൺ ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചു. 4 കാർബൺ ഫില്ല് ചെയ്യാൻ എന്താ ഓപ്ഷൻ? 2, 2 ഇങ്ങനെ കൊടുക്കാം.
അപ്പോൾ ഒരുത്തൻ എന്നോട് വന്നിട്ട് സാറേ ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കില്ല, ഒന്നിവിടെ 3 ഇവിടെ, എന്താ കുഴപ്പം? എങ്ങനെയെങ്കിലും കൊടുക്ക്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഇത് ഈഥൈൽ, ഇതും ഈഥൈൽ. ഈ ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? മീഥൈൽ പ്രൊപ്പൈൽ. മൊത്തത്തിൽ ഇതിലെ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ എണ്ണം സെയിം ആയിരിക്കില്ലേ? പക്ഷേ ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സെറ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഈഥൈൽ ഈഥൈൽ എന്നത് മീഥൈൽ പ്രൊപ്പൈൽ എന്നായി ഡിഫറൻ്റ് ആയി. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് പേര് വിളിക്കുക. നെയിം ദി മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. ഹാലജൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡിൻ്റെ പേരാണ് കാരിയസ് മെത്തേഡ്. കാരിയസ് മെത്തേഡ് പഠിച്ചു വെക്കണേ. ഹാലജൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡിൻ്റെ പേരാണ് കാരിയസ് മെത്തേഡ്. നൈട്രജൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡിൻ്റെ പേരാണ് ഡ്യൂമാസ് മെത്തേഡ്. വേറൊരാളാണ് ജെൽഡാൾസ് മെത്തേഡ്. ജെൽഡാൾസ് മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡ് നൈട്രജൻ ഉണ്ട്. വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ്? എടാ, റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ കോൺജുഗേറ്റഡ് സിസ്റ്റം. എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം? കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് 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 കാർബൺ അങ്ങനെ പോകലാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം. അങ്ങനത്തെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറി നിൽക്കുന്ന ഡീലോക്കലൈസേഷൻസിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. കാറ്റഗറൈസ് ദി ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ടു +R ആൻഡ് -R. ഈ 4 എണ്ണത്തിനെ +R -Rമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പഠിച്ചു എന്ന് എഴുതി നാളെ തന്നെ ചോദിച്ചോളണമെന്നില്ലല്ലോ. അതുകൊണ്ട് കാണാൻ ചാൻസ് ഉള്ള എല്ലാ +Rകളും കാണാൻ ചാൻസ് ഉള്ള എല്ലാ -Rകളും ഞാൻ ലിസ്റ്റ് തരാം. മോനെ, +Rൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് OH, NH2, OCH3, NHCH3, NCH3 ട്വൈസ്. ഇവരെല്ലാം +R ആണ്. പിന്നെ ഒരാളാണ് ഹാലജൻ. ഹാലജൻ വേറൊരാളാണ് വെറും CH3 എക്സെട്ര. ഇവരെല്ലാവരും +R ആയിട്ട് പരിഗണിക്കണം. -R ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NO2, COOH, CHO, CO, CN, SO3H എക്സെട്ര. ഇവരെല്ലാവരും -R ഫങ്ഷണൽ ഗ്രൂപ്പാണ്. NH2, NO2, COH, OH ഇതൊക്കെ നമ്മുടെ ടേബിളിലുള്ള ആൾക്കാരാണ്. നാളെ പിറ്റേന്ന് ഇതല്ലാത്ത വേറെ ആൾക്കാരെ ചോദിച്ചാലും ഈ ടേബിൾ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ആൻസർ കാണാൻ പറ്റും. ഓൺ കംപ്ലീറ്റ് കമ്പഷൻ, മോനെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സാധനം അറിയാത്തവരാണെങ്കിൽ സ്കിപ്പ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാരണം ഇതിലൂടെ എനിക്കെല്ലാം പഠിപ്പിക്കാൻ കഴിയില്ല. അല്ല സാറേ, അങ്ങനെയാണ് സ്കിപ്പ് ചെയ്താലോ? ഞങ്ങൾക്കിപ്പോൾ അത് വേണം എങ്കിൽ ഈ ചാനലിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണില്ല, ചാനലിൻ്റെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് എസ്റ്റിമേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ചെറിയ ഡ്യൂറേഷനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനുമാണ്. അറിയുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. കാണാനുള്ള ഇക്വേഷൻ x/W × 12/44 × 100 ആണ്. ഇനി എക്സും വൈയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി കാൽക്കുലേറ്റർ ചെയ്തോളൂ. എക്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണ് എക്സ്. ഇതവിടെ 0.198 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഇസ് ദി വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.246 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേറ്റർ പറഞ്ഞുതരും ബാക്കി. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനുള്ള ഇക്വേഷൻ x/W × 2/18 × 100 ആണ്. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ മാസ് ഓഫ് വാട്ടർ ആണ്. വാട്ടർ എത്രയാണ്? 0.1014. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെയും സെയിം ആണ്, 0.246 ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ അവർ പറഞ്ഞൊരു പെർസെൻറ്റേജ് ഓഫ് കാർബൺ എത്ര, ഹൈഡ്രജൻ എത്ര. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ ജനറൽ സ്റ്റെബിലൈസിങ് ഇൻറ്ററാക്ഷൻ. റൈറ്റ് ദി ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഓഫ് CH3 CH2+. ഈതൽ കാർബോകാറ്റോണിൻ്റെ ഹൈപ്പർ കോൺജുഗേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചാൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യും. ഇതറിയാത്തവനും ശ്രദ്ധിച്ചോ. എടാ, CH3 CH2+ൽ 2 കാർബൺ അല്ലേ? ആ 2 കാർബൺ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിലെല്ലാ ഹൈഡ്രജൻസും ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. CH3 എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ. അടുത്ത കാർബണിൽ CH2 2 ഹൈഡ്രജൻ. ഇയാൾക്കൊരു പോസിറ്റീവ് ചാർജും ഉണ്ട്. ഈ കാർബണിൻ്റെ മുഖത്തേക്ക് നോക്കി. സന്തോഷമാണോ വിഷമാണോ? വിഷമം. കാരണം പോസിറ്റീവ് ചാർജ് ഉണ്ട്. അയാൾക്ക് വാലൻസി കംപ്ലീറ്റ് ആയിട്ടില്ല. മോങ്ങലോട് മോങ്ങൽ. തൊട്ടടുത്ത കാർബണിനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊരു വാലൻസി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കഷ്ടപ്പാട് കൊണ്ട് ഇയാളുടെ മോങ്ങൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ കാർബൺ പറയും, ഒരു കാര്യം ചെയ്യാം, എൻ്റെ 3 ഹൈഡ്രജനിൽ ആരെങ്കിലും ഒരാളെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കാം, എന്നിട്ട് അയാളിലേക്ക് ഉണ്ടാക്കിയിരുന്ന ബോണ്ട് എടുത്തിട്ട് നമുക്കിടയിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കാം. അങ്ങനത്തെ സഹനത്തിൻ്റെ കഥകളാണ് ഹൈപ്പർ കോൺജുഗേഷന് പറയാനുള്ളത്. എന്ത് സംഭവിക്കുന്നു? ഇയാൾ ഈ ഹൈഡ്രജനെ തേച്ചിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഈ ബോണ്ടിന് ഇങ്ങോട്ട് കൊടുക്കുന്നു. സോ കാർബണിനും കാർബണിനും ഇടയിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ട് ആകുന്നു.
ഇവിടുത്തെ 2 ഹൈഡ്രജൻ പൊട്ടന്മാരാണ്, കഥയൊന്നും അറിയണ തന്നെയല്ല. അപ്പോൾ കാർബണിൻ്റെ മോങ്ങിൽ നിന്നു, കാരണം അതിൻ്റെ വാലൻസി 4 ആയി. ഈ ഹൈഡ്രജനും ഇപ്പോൾ സേഫാണ്, പക്ഷേ ഈ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആയിട്ട് വിഷമിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ബോണ്ടൊന്നുമില്ലാത്ത ഒരവസ്ഥ നിൽക്കുന്നത് കൊണ്ടാണ് ഹൈപ്പർ കോൺജുഗേഷനെ നമ്മൾ നോ ബോണ്ട് റെസൊണൻസ് എന്ന് പേര് വിളിക്കുക. ഓർ ഇറ്റ് ഈസ് കോൾഡ് ബേക്കർ-നഥാൻ എഫക്റ്റ് എന്നും ഇതിന് പേരുണ്ട്, ബേക്കർ-നഥാൻ എഫക്റ്റ്. അപ്പോൾ ഈ ഹൈഡ്രജനും സേഫ് ആണോ? അല്ല. ഇന്നിപ്പോൾ ഇവൻ്റെ അടുത്തുനിന്ന് പോയി, നാളെ ഇവൻ്റെ അടുത്തുനിന്ന് ആവാം, അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തുനിന്ന് ആവാം. ആ പോസിബിലിറ്റീസ് എല്ലാം വരച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവനിൽ നിന്നാണ് ഹൈഡ്രജനെ പിൻവലിച്ചതെങ്കിൽ, ബോണ്ടിനെ പിൻവലിച്ചതെങ്കിൽ കിട്ടുന്ന സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ ഇവിടെ H, ഇവിടത്തെ H അവിടെ ഉണ്ട്, ഇവിടത്തെ H അവിടെ ഉണ്ട്, ഇവിടെ H+ ഉണ്ടാകും. ഇനി അവനിൽ നിന്നുമല്ല, ഇവനിൽ നിന്നാണ് ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ H+ ഉണ്ടാകും, ഇവിടെ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ ഇവിടെ H, ഇവിടെ H+ ഉണ്ടാവും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കഥ പോലെ കേട്ടതിനെ ചിത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈഥൈൽ കാർബോകാറ്റയോണിൻ്റെ ഹൈപ്പർ കോൺജുഗേഷൻ ആയി മോനെ. 3 മാർക്കിന് നിനക്കിത് സിമ്പിളായിട്ട് കോരിയെടുക്കാം. ഈ പറയുന്ന ഓരോ വാക്കുകളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഹോമോളിസിസും ഹെറ്ററോളിസിസും. എടാ, ഹോമോളിസിസും ഹെറ്ററോളിസിസും കോമൺ ആയിട്ട് ബോണ്ട് ഫിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് വരുന്നത്. ബോണ്ട് ഫിഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്കിംഗ്, ബോണ്ട് പൊട്ടുക. ബോണ്ട് ഫിഷൻ 2 വിധം. ഒന്ന് ഹോമോളിസിസ്. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സിമ്മട്രിക്കൽ ബോണ്ട് ബ്രേക്കിംഗ് ആണ്, സിമ്മട്രിക്കലാണ്. ഓക്കെ, ആർക്കിടയിലാണ് ഹോമോളിസിസ് നടക്കുക? എടാ, കാർബൺ ഇവർക്കിടയിൽ ഹോമോളിസിസ് നടക്കുക എന്ന് പറഞ്ഞാൽ നോക്കണേ, ജനറലി ഇങ്ങനെയാണ് പറയാം. നിങ്ങൾ എഴുതേണ്ട ഡയലോഗ് ഇങ്ങനെയാണ്: ടേക്ക് പ്ലേസ് ഇൻ ബിറ്റ്വീൻ ആറ്റംസ് ഹാവിങ് ഓൾമോസ്റ്റ് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി. എക്സാക്ട്ലി സിമിലർ ആവണമെന്നില്ല, ഓൾമോസ്റ്റ് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ കാർബണും തമ്മിൽ എക്സാക്ട്ലി സിമിലർ, പക്ഷേ കാർബണും ഹൈഡ്രജനും തമ്മിലാണെങ്കിലും ഹോമോളിസിസ് നടക്കുക. ഓൾമോസ്റ്റ് സിമിലറാണ്. ഓൾമോസ്റ്റ് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസിനിടയിലാണ് ഹോമോളിസിസ് നടക്കുക. എന്താ ഹോമോളിസിസ്? ഈ ബോണ്ടിലെ 2 ഇലക്ട്രോണുകളെ ഈക്വലായി അവരിങ്ങോട്ട് ഓരിച്ചെടുക്കുക. സോ ഈ കാർബണിന് 1 ഇലക്ട്രോണിനെ കിട്ടും, ഈ കാർബണിന് 1 ഇലക്ട്രോണിനെ കിട്ടും. സോ 2 കാർബൺ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രീ റാഡിക്കലാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്, ഫ്രീ റാഡിക്കൽ. എന്നാൽ ആകെ പ്രശ്നമാക്കിയിട്ട് അലമ്പാക്കിയിട്ട് പിരിയുന്ന പിരിച്ചിലിൻ്റെ പേരാണ് ഹെറ്ററോളിസിസ്. അപ്പോൾ ഹെറ്ററോളിസിസിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് അൺസിമെട്രിക്കലാണ്. എഴുതേണ്ട 3 പോയിന്റ്: ടേക്ക് പ്ലേസ് ഇൻ ബിറ്റ്വീൻ ആറ്റംസ് ഹാവിങ് ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ കാർബണും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ക്ലോറിനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. പിരിയാൻ തീരുമാനിച്ചാൽ ഈ ക്ലോറിൻ ഈ 2 ഇലക്ട്രോണിനെയും അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഹലോ, അപ്പോൾ കാർബണിനും ക്ലോറിനും ഇടയിൽ ഉള്ള ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ കാർബണിന് നഷ്ടവും ക്ലോറിന് ലാഭവും ഉണ്ടാവും. സോ ക്ലോറിന് നെഗറ്റീവും കാർബണിന് പോസിറ്റീവും ഉണ്ടാവും. ഇലക്ട്രോൺ അയാൾക്ക് കിട്ടിയതിൻ്റെ നെഗറ്റീവും. കുഞ്ഞെ, ഇങ്ങനെ 2 അയോൺസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ പ്രൊഡക്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ കാറ്റയോണും ആൻഡ് ആനയോണുമാണ് ഉണ്ടാവുക. കാറ്റയോൺ ആൻഡ് ആനയോൺ. ഇതാണ് ഹെറ്ററോളിസിസിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഹോമോളിസിസും ഹെറ്ററോളിസിസും സെറ്റായില്ലേ. നെക്സ്റ്റ്, ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. അതും ഇമ്പോർട്ടൻ്റാണ്. ഇലക്ട്രോഫൈലിനെ E+ എന്നും ന്യൂക്ലിയോഫൈലിനെ Nu- എന്നും റെപ്രസെൻ്റ് ചെയ്യും. ഇലക്ട്രോഫൈൽ പേരിലുണ്ട് കാര്യം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് എന്താണ്? ഇലക്ട്രോൺ ലവിങ് ആണ്. എഴുതണം, ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇയാൾ എവിടെയാണ് അറ്റാക്ക് ചെയ്യുക? അറ്റാക്ക് ഓൺ, ഈ പോയിന്റ് മസ്റ്റ് ആണ്, ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ. ഇലക്ട്രോൺ എവിടെയാണോ കൂടുതലുള്ളത് അവിടെയാണ് അറ്റാക്ക് ചെയ്യുക. എക്സാമ്പിൾ മസ്റ്റ് ആണ്, പോസിറ്റീവ് ചാർജുള്ള എല്ലാവരും കാറ്റയോൺസ്. പോസിറ്റീവ് ചാർജുള്ള എല്ലാവരും ഇലക്ട്രോഫൈലാണ്. ഫോർ എക്സാമ്പിൾ H+, NO2+, Cl+, എക്സെട്ര. അല്ല സാറേ, Cl-ന് പ്ലസ് ആകുമോ? അതല്ല ഇവിടെ ചർച്ച. Cl-ന് പ്ലസ് ആയാൽ അയാളൊരു ഇലക്ട്രോഫൈൽ ആണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പഠിക്കും. വേറൊരു എക്സാമ്പിളാണ് ലൂയിസ് ആസിഡ്സ്. എല്ലാ ലൂയിസ് ആസിഡുകളും. അപ്പോൾ എക്സാമ്പിൾസിനെ 2 ആക്കാണ്, കാറ്റയോൺസ് എന്നും ലൂയിസ് ആസിഡ്സ് എന്നും. ലൂയിസ് ആസിഡ്സ് എല്ലാം ഇലക്ട്രോഫൈലുകളാണ്. അത് ഇക്വിലിബ്രിയത്തിൽ പഠിച്ച BF3 അതുപോലെ AlCl3 ഇവരൊക്കെ എന്താണ്? ലൂയിസ് ആസിഡാണ്. പിന്നെ ഒരു കാറ്റഗറി ഡിഫറൻ്റ് ആയിട്ട് എടുത്തു പറയാനില്ലാത്ത 2 ആളുണ്ട്, കാർബൺ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്ന ആൾക്കാരാണ്, മറന്നു പോകരുത്. ന്യൂക്ലിയോഫൈൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പറ. ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അറ്റാക്ക് ഓൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെൻറ്റർ. ഇലക്ട്രോണിൻ്റെ അളവ് കുറവുള്ളിടത്താണ് ഇയാൾ അറ്റാക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് ആണ്. 2 എക്സാമ്പിൾ. ഒന്നെന്താ? ഓൾ ആനയോൺസ്, നെഗറ്റീവ് ചാർജുള്ള എല്ലാവരും. ഇപ്പോൾ OH- വന്നാൽ അല്ലെങ്കിൽ Cl- വന്നാൽ എക്സെട്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അവരൊക്കെ ന്യൂക്ലിയോഫൈലാണ്. രണ്ടാമത്തതാണ് ലൂയിസ് ബേസസ്.
നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ച NH3H2O ഇവരൊക്കെ എക്സെട്ര. ലൂയിസ് ബേസുകളാണ്, എല്ലാവരും ന്യൂക്ലിയോഫൈൽസാണ്. ഡിസ്റ്റിലേഷനും സ്റ്റീം ഡിസ്റ്റിലേഷനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ, ഡിസ്റ്റിലേഷൻ രണ്ട് ലിക്വിഡുകൾക്ക് ഇടയിൽ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൻ്റെ പേരാണ് ഡിസ്റ്റിലേഷൻ. വെറുതെ കഥ കേട്ടോ. രണ്ട് ലിക്വിഡ് ഉണ്ട്, എയും ബിയും. എയുടെ ബോയിലിംഗ് പോയിന്റ് 70, ബിയുടെ ബോയിലിംഗ് പോയിന്റ് 110 ഡിഗ്രി ആണെന്ന് വെറുതെ വിചാരിക്കും. സോ അവർക്കിടയിലുള്ള ബോയിലിംഗ് പോയിന്റിൻ്റെ ഡിഫറൻസ് വളരെ വലുതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. എന്താ ചെയ്യുക? ഇതാ ചൂടാക്കുക. എത്ര വരെ ചൂടാക്കുക? 70 വരെ ചൂടാക്കുക. സിമ്പിൾ. അപ്പോൾ ആര് മാത്രം ബോയിൽ ചെയ്ത് പോകും? എ മാത്രം ബോയിൽ ചെയ്ത് പോകും, ബി അവിടെ കിടക്കും. ഇതിനൊന്ന് മുളകും മഞ്ഞളൊക്കെ തേച്ച് സെറ്റാക്കുക. എങ്ങനെയാ? 2 liquids having large difference in boiling points are purified by distillation. എന്നിട്ട് രണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള കമ്പോണൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് വരെ ചൂടാക്കുക. സോ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾ എസ്കേപ്സ് ഔട്ട്, ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അവരുടെ ഇടയിൽ സെപ്പറേഷൻ സംഭവിക്കും എന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തെഴുതുക. സ്റ്റീം ഡിസ്റ്റിലേഷനിൽ നിങ്ങൾ നോക്കേണ്ടത് രണ്ട് കമ്പോണൻറ്റ് എയും ബിയും. ഒരു കമ്പോണൻറ്റ് എന്തായിരിക്കണം? സ്റ്റീം വോളട്ടൈൽ ആവണം. സ്റ്റീം വോളട്ടൈൽ. രണ്ടാമത്തെ കമ്പോണൻറ്റ് സ്റ്റീം നോൺ വോളട്ടൈൽ ആവണം. ഓക്കെ. അപ്പോൾ സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? നീരാവി നേരെ വരിക, നേരെ സ്റ്റീം വോളട്ടൈൽ ആൾ അതിൻ്റെ കൂടെ പോകും, നോൺ വോളട്ടൈൽ ആൾ അവിടെ തന്നെ കിടക്കും. വളരെ ഫേമസ് ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, അനിലിൻ ആൻഡ് വാട്ടർ. വേറെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതി തരാം, ഓർത്തോ നൈട്രോഫീനോൾ. ഇത് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. പാരാനൈട്രോഫീനോൾ. ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ബിക്കോസ് ഓർത്തോനൈട്രോഫിനോൾ ഇസ് സ്റ്റീം വോളട്ടൈൽ, പാരാനൈട്രോഫിനോൾ ഇസ് സ്റ്റീം നോൺ വോളട്ടൈൽ. അപ്പോൾ സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഓർത്തോനൈട്രോഫിനോൾ അതിൻ്റെ കൂടെ പോയിക്കോളും, അവർക്കിടയിൽ സെപ്പറേഷൻ സംഭവിക്കും. ഈ രണ്ടാളുകളിൽ ആരാണ് ഏറ്റവും സ്റ്റേബിൾ? എക്സ്പ്ലെയിൻ. ഇയാളെ വിട്ടിട്ട് ഞാൻ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ, 3 ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. കാർബോകാറ്റയോൺ, വേറൊരാളാണ് കാർബാനയോൺ, നെഗറ്റീവ് ചാർജുള്ള ആൾ, വേറൊരാളാണ് കാർബൺ ഫ്രീ റാഡിക്കൽ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ പറഞ്ഞുതരാം. ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ അറിയണം, സ്ട്രക്ചർ അറിയണം. ഈ 3 ആൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ അറിയണം. ഈ 3 ആൾക്കാരുടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അറിയണം. ക്ലിയർ? തുടങ്ങാം. എടാ, കാർബോകാറ്റയോണിൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലനാർ. അറിയാത്തവർ പഠിക്കണേ മോനെ, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കും. ഹൈബ്രിഡൈസേഷൻ sp2. സ്റ്റെബിലിറ്റി ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓർത്തു വെക്ക്. കാർബാനയോൺ ട്രയഗണൽ പിരമിഡലാണ്. ഹൈബ്രിഡൈസേഷൻ sp3. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി തിരിച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. കാർബൺ ഫ്രീ റാഡിക്കൽ പഠിക്കണ്ട, കാരണം അതിൻ്റെ എല്ലാം കാർബോകാറ്റയോണിനെ പോലെ തന്നെയാണ്. അപ്പോൾ സ്ട്രക്ചർ ട്രയഗണൽ പ്ലനാർ, ഹൈബ്രിഡൈസേഷൻ sp2, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിയേ. ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്? സോ അവനാരാ? കാർബാനിയോണാണ്. കാർബാനിയോണിൽ ഏതാണ് മോർ സ്റ്റേബിൾ? ദ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഞാനിപ്പോൾ പഠിപ്പിച്ചു, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അപ്പോൾ ഇയാൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. നെഗറ്റീവ് ചാർജുള്ള ഈ കാർബണിന് മറ്റു ഒരു കാർബണുമായി മാത്രമാണ് ബന്ധം. സോ ദിസ് ഈസ് പ്രൈമറി. അങ്ങനെയാണ് നോക്കുക. നെഗറ്റീവ് ചാർജുള്ള ഈ കാർബണിന് മറ്റു 2 കാർബണുകളുമായി ബന്ധം. സോ ദിസ് ഈസ് സെക്കൻഡറി. സോ ആരാ മോർ സ്റ്റേബിൾ? കാർബാനിയോൺ ആകുമ്പോൾ പ്രൈമറി മോർ സ്റ്റേബിൾ, ഇയാൾക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. പുരിഞ്ചിത. ലിക്വിഡ്സ് ഹാവിംഗ് ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വിച്ച് പ്യൂരിഫിക്കേഷൻ മെത്തഡ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റ് ഗ്ലിസറോൾ? നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേടാ. ഏതാ? വാക്വം ഡിസ്റ്റിലേഷൻ, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്നും അതിനെ പേര് വിളിക്കൂട്ടോ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, രണ്ടും ഒരാളുടെ പേരാണ്. റൈറ്റ് എനി വൺ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. നെയിം ദി പ്യൂരിഫിക്കേഷൻ മെത്തഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഇൻ ക്രൂഡ് പെട്രോളിയത്തിൻ്റെ കമ്പോണൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അത് ഞാൻ നേരത്തെ പഠിപ്പിച്ചു. ക്രോമാറ്റോഗ്രഫിയുടെ എല്ലാ ടൈപ്പും ഞാൻ പറഞ്ഞുതരാം മോനെ. ക്രോമാറ്റോഗ്രഫി പ്രധാനമായും 2 വിധമുണ്ട്. അറിയാത്തവർ നോട്ട് ചെയ്തു. ഒന്നാമൻ്റെ പേരാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി. രണ്ടാമൻ്റെ പേരാണ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി 2 വിധമുണ്ട്. ഫസ്റ്റ് വൺ കോളം ക്രോമാറ്റോഗ്രഫി,
തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്ക്. തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിക്ക് ഒരു എക്സാമ്പിളാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഒറ്റ ടൈപ്പേ ഉള്ളൂ. അപ്പോൾ അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ എല്ലാ ടൈപ്പുമാണ് പഠിപ്പിച്ചത്. ഇവരിവിടെ അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ഒരു ടൈപ്പാണ് ചോദിച്ചത്. വൃത്തിയായി പഠിച്ചോളൂ, ഹാപ്പിയായി പരീക്ഷ എഴുതിക്കോളൂ, അടിപൊളിയായിരിക്കും. താങ്ക് യു.